കേരളത്തിൽ വളരെ മാധ്യമങ്ങളിലൊക്കെ രാഷ്ട്രീയ പാർട്ടികളിലടക്കം നടക്കുന്ന വലിയ ഡിബേറ്റുകളിലൊന്നാണ് മുസ്ലിം പ്രീണനവും അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥകൾ. അത് തുടങ്ങി വെച്ചത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം പ്രീണനത്തെക്കുറിച്ച് ഇടതുപക്ഷത്തെയും അതുപോലെ തന്നെ CPM-നെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചില പരാമർശങ്ങൾ നടത്തി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ SNDP-യുമായി ബന്ധപ്പെട്ടൊരു മാസികയിൽ തന്നെ ഒരു ലേഖനവും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ ഈ ലേഖനം പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും ഒരു പ്രോ ലെഫ്റ്റ് മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രോ ഇസ്ലാം മാധ്യമങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ വാസ്തവം ഇതല്ല എന്നും വെള്ളാപ്പള്ളി പറഞ്ഞതല്ല എന്നും എവിടെയാണ് ഇത്തരത്തിലുള്ളൊരു വിവേചനം അല്ലെങ്കിൽ മുസ്ലിം പ്രീണനം നിലനിൽക്കുന്നതൊക്കെ ചോദിച്ചു. കാരണം വെള്ളാപ്പള്ളി പറഞ്ഞത് ഏറ്റവും ആദ്യം രാജ്യസഭാ സീറ്റുകളെക്കുറിച്ചാണ്. കാരണം ഈ തൊട്ടടുത്ത് വന്ന രാജ്യസഭാ സീറ്റുകളിൽ 2 മുസ്ലിം സമുദായത്തിനും 1 ക്രിസ്ത്യനും കൊണ്ടുപോയി. സ്വാഭാവികമായിട്ടും ഈഴവ സമുദായത്തിനോ ഹിന്ദുക്കൾക്കോ ഒന്നും കിട്ടിയില്ല എന്നുള്ളൊരു പരിദേവനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അപ്പോൾ ഇത് BJP-യുടെ ഒരു അജണ്ടയാണെന്നും അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയാണ് വെള്ളാപ്പള്ളി സംസാരിക്കുന്നതെന്നും പറഞ്ഞു. അതിനുശേഷം MV ഗോവിന്ദൻ മാഷ് ദേശാഭിമാനിയിൽ എഴുതിയിട്ടുള്ള ഒരു പ്രതിവാര പംക്തിയിൽ കുറച്ചുകൂടി രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു. കാരണം ഗുരുദേവ ദർശനങ്ങൾക്കനുസരിച്ചാണോ ഇദ്ദേഹം നിലപാടെടുക്കുന്നത് എന്ന് ചിന്തിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശദമായി ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുകയാണ്. കാരണം ഈ മുസ്ലിം സമുദായത്തിന് പിന്നോക്കാവസ്ഥ യഥാർത്ഥത്തിലുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണ്, അതിന് അവർക്ക് ഭരണതലത്തിൽ ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള തലത്തിലും അതുപോലെ രാഷ്ട്രീയത്തിലുമൊക്കെ അവർക്ക് മുൻഗണന കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ അവരുടെ പ്രീണനം നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ രാജസ്ഥാൻ മാത്രം എടുത്തു പറഞ്ഞാൽ, രാജസ്ഥാനിൽ അവിടെ രാഷ്ട്രീയ അധികാരം പലപ്പോഴും കൈയാളുന്നത് ബ്രാഹ്മിൺസോ അല്ലെങ്കിൽ രജപുത്രന്മാരോ കുറച്ചുകൂടി ഉയർന്ന ജാതിക്കാരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള അധികാരം, അതായത് സിവിൽ സർവീസും അതുപോലെ തന്നെ ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരുടെ നമ്പറിലൊക്കെ മീണ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ST സമുദായമായിട്ടുള്ള നമ്മുടെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ചീഫ് ഇലക്ടറൽ ഓഫീസിലായിരുന്ന ടിക്കാറാം മീണയുടെ ഒക്കെ സമുദായം, അവർ വളരെയധികം മുന്നേറുകയും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ അവർക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു സമുദായം അത്തരത്തിലൊരു സ്വാധീനം ഉണ്ടാക്കുമ്പോഴാണ് അവർ ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് ഞാൻ ടിക്കാറാം മീണ എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള IAS കാരനുമായി നേരിട്ട് സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്താണ്? കേരളത്തിൽ പലപ്പോഴും അധികാരം എന്ന് പറയുന്നത്, രാഷ്ട്രീയമായ അധികാരത്തിൽ വലിയ കെൽപ്പുള്ള ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. കാരണം അത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പ്രബലമായ ശക്തി കേരളത്തിൽ ഉണ്ടായതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്കറിയാം നിരവധി വർഷങ്ങളിലായി UDF എപ്പോഴൊക്കെ അധികാരത്തിൽ വരുന്നോ അപ്പോഴെല്ലാം തന്നെ വിദ്യാഭ്യാസ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതടക്കം നിരവധി പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് മുസ്ലിം ലീഗാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രാതിനിധ്യം മുസ്ലിം സമുദായത്തിന് കേരള രാഷ്ട്രീയത്തിൽ കിട്ടിയിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ എന്നിട്ടും മുസ്ലിം സമുദായത്തിന് പലപ്പോഴും അർഹമായ പ്രാതിനിധ്യം നമ്മുടെ ഗവൺമെൻറ് സർവീസുകളിൽ കിട്ടാതെ പോയത് എന്തുകൊണ്ടാണ്, അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ലോകത്തുള്ള വ്യവസ്ഥയും ഇതുമായിട്ടൊക്കെ ചില ബന്ധങ്ങളല്ല, ലോകത്തുള്ള മറ്റു രാജ്യങ്ങളിലെ ചില കാര്യങ്ങളും കൂടി നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ ജനസംഖ്യയും അതിനോട് ആനുപാതികമായി നമ്മുടെ ഗവൺമെൻറ് സർവീസിലുള്ള ആളുകളുടെ എണ്ണവും നമുക്ക് ആദ്യം പരിശോധിക്കാം. ക്രിസ്ത്യൻ സമുദായം നമ്മുടെ ഇവിടുത്തെ പോപ്പുലേഷനിൽ 18.3%. ഇപ്പോൾ അത് ഇത്തിരി കുറഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ തൊട്ട് മുമ്പുള്ള കണക്കാണ്. ഏറെക്കുറെ വലിയ വ്യത്യാസമൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. ആ 18.3%-ൽ ഔദ്യോഗികമായ കണക്കിൽ തന്നെ ഗവൺമെൻറ് സർവീസിലുള്ളവരുടെ നമ്പർ എന്ന് പറയുന്നത് 20.6% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കുറച്ച്, അതായത് അവർക്ക് 18 ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ റെപ്രസെൻറ്റേഷൻ നമ്മുടെ ഗവൺമെൻറ് സർവീസിൽ അവർക്കുണ്ട്. മുസ്ലിം സമുദായത്തിൽ നമ്മുടെ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സെൻസസ് പ്രകാരമാണ് ഞാൻ പറയുന്നത്, കണക്കുകളിലൊക്കെ ചെറിയ വേരിയേഷൻസ് ഉണ്ടായേക്കാം. 26.9% മുസ്ലിം സമുദായം ഉണ്ടായതെങ്കിൽ അവർക്ക് ഉള്ള പ്രാതിനിധ്യം ഗവൺമെൻറ് സർവീസുകളിലുള്ളത് 11.4% മാത്രമാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ 15.5% കൂടി പ്രാതിനിധ്യം കൂടിയാൽ മാത്രമേ പോപ്പുലേഷൻ ആനുപാതികമായിട്ടുള്ള ഒരു പ്രാതിനിധ്യം ഗവൺമെൻറ് സർവീസിൽ അവർക്ക് കിട്ടും. അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അത്തരത്തിലുള്ളൊരു പിന്നോക്കാവസ്ഥ മുസ്ലിം സമുദായത്തിലുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നുള്ളതിലേക്ക് നമുക്ക് വരാം. നായർ സമുദായത്തിൻ്റെ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് 12.5% കഴിഞ്ഞ സെൻസസ് പ്രകാരം. അവർക്ക് പക്ഷേ 21% ഗവൺമെൻറ് സർവീസുകളിൽ പ്രാതിനിധ്യമുണ്ട്. അതായത് ഗവൺമെൻറ് ജോലി കിട്ടിയേക്കണവർ 21% അവരാണ്.
മറ്റ് മുന്നോക്ക സമുദായക്കാർക്കും ഇതുപോലെ തന്നെ വലിയ പ്രാതിനിധ്യമുണ്ട്. അവർ 1.3% ആണുള്ളതെങ്കിൽ അവരുടെ പ്രാതിനിധ്യം ഗവൺമെൻറ് സർവീസിലുള്ളത് 3.1% ആണ്. ഈഴവ പ്രാതിനിധ്യമാണ് ഏറെക്കുറെ ഒരു ജസ്റ്റിഫൈ ചെയ്യാവുന്ന ലെവലിലുള്ളത്. ഈഴവരുടെ ശതമാനം എന്ന് പറയുന്നത് ഒരു 22.2% ആണ്. അതായത് 22.2% പോപ്പുലേഷൻ എങ്കിൽ അവർക്ക് 22.7% ഗവൺമെൻറ് സർവീസുകളിൽ അവരുടെ പ്രാതിനിധ്യമുള്ളത്. മറ്റു പിന്നോക്ക ജാതികൾക്കെല്ലാം തന്നെ 8.2% പോപ്പുലേഷൻ എങ്കിൽ 5.8% മാത്രമേ ഗവൺമെൻറ് സർവീസിലുള്ളൂ. അതുപോലെ പട്ടികജാതിക്കാർക്ക് 9% പോപ്പുലേഷൻ എങ്കിൽ അവർക്കുള്ളത് 7.6%. ചെറിയ കുറവേ അവർക്കുള്ളൂ. പട്ടിക വർഗത്തിന് വലിയ കുറവുണ്ട്. കാരണം അവർക്ക് 1.2% ആണെങ്കിൽ അവരുടെ പെർസെൻറ്റേജ്, അതായത് ഗവൺമെൻറ് സർവീസിലുള്ള നമ്പർ എന്ന് പറയുന്നത് 0.8% ആണ്. ഇത് തന്നെ ഇങ്ങനെ നമ്മൾ വിശകലനം ചെയ്താൽ പോരാ. കാരണം ഹയർ പോസ്റ്റുകളിലും സെക്രട്ടറിമാരും അണ്ടർ സെക്രട്ടറിമാരും എത്രയുണ്ട് എന്നൊക്കെയുള്ള കണക്കെടുക്കേണ്ടതാണ്. പക്ഷെ അതൊരുപാട് നീണ്ടുപോകും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പകരം നമുക്കിപ്പോൾ കേരളത്തിൽ ആകെ ഒരൊറ്റ ചീഫ് സെക്രട്ടറി ഉണ്ടായിട്ടുള്ളൂ മുസ്ലിമായിട്ട്. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് റിയാസുദ്ദീൻ എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഒരു VS അച്യുതാനന്ദനും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയൊക്കെ ഭരിച്ചിരുന്ന 2006 കാലഘട്ടത്തിലാണ് അദ്ദേഹം. ഏതാണ്ട് 8 മാസത്തോളം മാത്രമേ അദ്ദേഹത്തിന് സർവീസ് ഉണ്ടായിട്ടുള്ളൂ. കേരളത്തിലാകെ മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ടുള്ളത് ഒരു മുസ്ലിം സമുദായ അംഗമാണ്. അദ്ദേഹത്തിൻ്റെ CH മുഹമ്മദ് കോയ എന്ന് പറയുന്ന മുസ്ലിം സമുദായ അംഗമാണ്. വളരെ ചെറിയ ഷോർട്ട് സ്പാൻ ഓഫ് പീരീഡിൽ മാത്രമേ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിരിക്കാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ എങ്കിൽ പോലും നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയമായ അധികാരം നിരവധി, ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ 5 മന്ത്രിമാർ UDFൻ്റെ മന്ത്രിസഭയിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ പോലും നമ്മുടെ കേരളത്തിലെ മന്ത്രിസഭയിൽ പോലും ഏതാണ്ട് 10 പേരോളം നായർ സമുദായത്തിൽ നിന്നാണ്. മുസ്ലിം സമുദായത്തിനും പ്രാതിനിധ്യമുണ്ട്. പക്ഷേ അത്രയും വലിയ പ്രാതിനിധ്യം പലപ്പോഴും ഇപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റോ ഷെഡ്യൂൾഡ് ട്രൈബായിട്ടുള്ള ആളുകൾക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വ്യത്യാസമുണ്ടായത് എന്തുകൊണ്ടാണ് കേരളത്തിൽ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു അഖിലേന്ത്യാ തലത്തിൽ പല മുസ്ലിം രാഷ്ട്രങ്ങളിലും തന്നെ ഈ പറയുന്ന ഒരു വികസനമില്ലാതെ പോയത്, അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങൾ കുറേ കൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടും എലൈറ്റും ആയിട്ടുള്ള ഒരു ക്ലാസ്സുകളായി പോകാത്തത് എന്തുകൊണ്ടാണ് നമ്മളൊന്ന് പരിശോധിച്ചതിന് ശേഷം നമുക്ക് കേരളത്തിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മൾ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം എടുക്കുന്നു. അവിടെ അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം എടുത്താൽ, അഫ്ഗാനിസ്ഥാനിൽ നമുക്കറിയാം ഈ പറയുന്ന മതത്തിൻ്റെ ഇടപെടലുകൾ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളെന്ന് പറയുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റുകൾ എന്ന് പറയുന്ന രാജ്യങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഒരു മതത്തിൻ്റെ ഇടപെടലുകൾ കൂടുതലാകുന്നു. ഈ മതത്തിൻ്റെ ഇടപെടലുകൾ കൂടുതലാകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? മതത്തിൻ്റെ പേരിലുള്ള തീവ്രവാദം കുറച്ചുകൂടി കൂടുതലാവുകയും ആ തീവ്രവാദം ഉള്ളത് കൊണ്ട് തന്നെ പെൺകുട്ടികളായിട്ടുള്ള ആളുകൾ പഠിക്കാൻ പോകണ്ട എന്നൊക്കെ തീരുമാനിക്കുകയാണ്. നമുക്കറിയാം, മലാല യൂസഫ് എന്ന് പറയുന്ന നൊബൽ പ്രൈസ് കിട്ടിയ പെൺകുട്ടിക്ക് വെടിയേറ്റത് സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോഴാണ്. ഈ ISIS പോലെയുള്ള മറ്റേ പാകിസ്ഥാൻ്റെ തന്നെയുള്ള ഒഫീഷ്യൽ ഏജൻസികൾ, ISI പോലെയുള്ള ആളുകൾ തന്നെ ഈ ISIS തീവ്രവാദികൾക്കും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ തീവ്രവാദികൾക്കുമൊക്കെ തന്നെ അവരുടെ, അതായത് ബോർഡറുകളിലുള്ള മദ്രസകളിൽ കൃത്യമായ പരിശീലനം കൊടുക്കുകയും ഈ മതപരമായി നമ്മൾ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കേണ്ടതാണെന്നും മറ്റു രാഷ്ട്രങ്ങളെല്ലാം മറ്റു ആളുകളെല്ലാം തന്നെ നമ്മൾ ഭരിക്കേണ്ടതാണെന്നും അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമെന്നും മറ്റു മതത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഒരു പടി കൂടി കടന്ന് അവരൊക്കെ മോശക്കാരായിട്ടുള്ള ആളുകളാണ് എന്ന് പറയുന്ന പല പഠനങ്ങളും നടത്തുകയും അങ്ങനെ പഠനങ്ങൾ നടത്തിക്കൊണ്ട് ഇസ്ലാമിൻ്റെ മദ്രസ പഠിപ്പിക്കാൻ വരുന്നിടത്ത് തന്നെ തീവ്രവാദം ഇഞ്ചക്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ISI പോലെയുള്ള ഏജൻസികൾ അഫ്ഗാനിസ്ഥാനിലേക്ക് വന്നിട്ടുള്ള ടെററിസ്റ്റുകൾക്ക് പരിശീലനം കൊടുത്തത് എന്നുള്ളത് തെളിവായിട്ടുള്ളൊരു കാര്യമാണ്. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിൽ സംഭവിക്കുന്നത് എന്താണ്? അവിടെ 75,000 വരുന്ന താലിബാനിസ്റ്റുകൾ ഭരണം നടത്തുന്നു. ആ ഭരണം നടത്തുമ്പോൾ അവിടെയുള്ള മഹാഭൂരിപക്ഷം വരുന്ന മറ്റ് സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം സമുദായത്തെ അവർ ഭീഷണിപ്പെടുത്തിയും അടിച്ചമർത്തിയും ഭരിക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. നെയിൽ പോളിഷ് ഇട്ട കുട്ടിയുടെ വിരലുകൾ വെട്ടിക്കളഞ്ഞു എന്ന് പറയുന്ന വാർത്ത നമ്മൾ കേൾക്കുന്നു. അതുപോലെ സ്ത്രീകൾക്ക് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഏതെങ്കിലും ഒരു പുരുഷൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ, അല്ലെങ്കിൽ അക്കമ്പനി ചെയ്തുകൊണ്ട് മാത്രമേ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയൂ എന്ന് പറയുന്ന നിയമം വരുന്നു. കൂടാതെ ജനലിനടുത്ത് പോലും അവർക്ക് നിൽക്കാൻ കഴിയില്ലെന്നും അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അവരെ വെടിവെക്കുന്ന അവസ്ഥയിലേക്ക് താലിബാൻ ഭരണകൂടം എത്തിച്ചേരുന്നു. കൂടാതെ
അവിടെ ഹിജാബ് പോലെയുള്ള നിക്കാബ് പോലെയുള്ള വസ്ത്രങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. ഈ അടിച്ചേൽപ്പിക്കുമ്പോൾ തന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇവിടെയൊക്കെ ഈ പ്രോ മുസ്ലിം, പ്രോ ഇസ്ലാമിക് അല്ലെങ്കിൽ പ്രോ ലെഫ്റ്റ് ആളുകളൊക്കെ പറയുന്നത് വസ്ത്രം ഒരു ചോയ്സ് ആണെന്നാണ്. പക്ഷേ അഫ്ഗാനിസ്ഥാൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ മിണ്ടില്ല. അതുപോലെ തന്നെ ഇറാൻ്റെ കാര്യം നമുക്കെടുക്കാം. ഇറാനിൽ എന്താണ് സംഭവിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ ഷിയ രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ, സുന്നി രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയിൽ പോലും അത്തരത്തിൽ കുറച്ചുകൂടി ലിബറലൈസേഷൻ കൊണ്ടുവരുന്നു. സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാം എന്നുള്ളത് കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ ഹിജാബും അതുപോലെ പർദ്ദയും ഒക്കെ നിർബന്ധമല്ല എന്നുള്ള അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുന്നു. ആ നിർബന്ധമല്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇത് പറയുമ്പോൾ കേൾക്കുന്ന ആളുകളൊക്കെ വിചാരിക്കണം, നമ്മൾ സൗദി അറേബ്യയിൽ ഇപ്പം മറ്റേതെങ്കിലും ജാതികളിലും മതത്തിലുള്ള ആളുകളൊക്കെ പോയാൽ പോലും അവർക്കവിടെ സ്വൈര്യമായി നടക്കാൻ കഴിയില്ല. അവരടക്കം പർദ്ദ ധരിച്ചുകൊണ്ടാണ് നേരത്തെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇതും പൂർണ്ണമായി നടപ്പിലാക്കിയിട്ടില്ല. പക്ഷേ ഭരണതലങ്ങളിൽ അത്തരത്തിലുള്ള പല ആലോചനകളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇറാനിൽ ഞങ്ങൾക്ക് ഹിജാബ് വേണ്ട, ഞങ്ങൾക്ക് പർദ്ദയും വേണ്ട എന്ന് പറഞ്ഞ് നിരവധി ആളുകൾ അവിടെ പ്രക്ഷോഭം നടത്തുകയും മഹ്സ ആമിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സദാചാര പോലീസിനാൽ കൊല്ലപ്പെടുകയും ചെയ്ത കഥയൊക്കെ നിങ്ങൾക്കറിയാം. ഞാനിപ്പോൾ അത് മാത്യു സാമുവലിൻ്റെയും നാരദ ന്യൂസിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ അത്തരത്തിൽ അവിടെയുള്ള രാജ്യങ്ങളിൽ മതപരമായ ശാസനകൾ ഇവർ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇനി ഏറ്റവും തൊട്ടടുത്ത് ഇപ്പോൾ ഫ്രാൻസ് ഇത്തരത്തിലുള്ള മതപരമായ ചിഹ്നങ്ങൾ അടങ്ങുന്ന മുസ്ലിം വേഷം അവർ കൃത്യമായി ഒരു ബ്ലാങ്കറ്റ് ബാൻ കൊടുത്തേക്കാണ്. അവർ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. സ്വീഡൻ ഇത്തരത്തിലുള്ള ബാനിലേക്ക് വരുന്നു. അവർ നേരത്തെ വളരെ ലിബറലായിട്ടുള്ള ഒരു കൺട്രി ആയിരുന്നു. അവർ അത്തരത്തിലുള്ളൊരു നിരോധനത്തിലേക്ക് വന്നിരിക്കുന്നു. ബെൽജിയത്തിൽ അവർ നിരോധനത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. തജിക്കിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് 95% മുസ്ലിം തന്നെ താമസിക്കുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ ബുർഖയും അവർ 2017 ഏറ്റവും ആദ്യമായിട്ടത് നിരോധിക്കുന്നത്. 2007 അവർ ഈ പറയുന്ന ഹിജാബ് ബാൻ ചെയ്തിട്ടുണ്ട്. 2017 അവർ മറ്റു വസ്ത്രങ്ങളിൽ ചിലത് ബാൻ ചെയ്തു. ഇപ്പോൾ 2024 ആയപ്പോഴേക്കും അവർ പൂർണ്ണമായിട്ടുള്ള ബാനിലേക്ക് വരുന്നു. എന്ന് പറഞ്ഞാൽ ഈ മതപരമായ രാഷ്ട്രങ്ങൾ ഭരിക്കപ്പെടുന്ന ശാസനകളാൽ ഭരിക്കപ്പെടുന്ന രാഷ്ട്രങ്ങളിലെ സാധാരണ ജനങ്ങൾക്ക് പോലും മനസ്സിലായിരിക്കുന്നു ഈ മതം എന്ന് പറയുന്ന ഒരു കാര്യത്തെ കലർത്തിക്കൊണ്ട് ഞങ്ങളെ അടിച്ചമർത്തി ഇവർ സുഖലോലുപതയിൽ ഭരിക്കാൻ വേണ്ടി പറ്റിക്കാനുള്ള ഒരു പരിപാടിയാണിത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലോകം മുഴുവൻ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നു. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പല രാജ്യങ്ങളിലും മാറാൻ തയ്യാറെടുക്കുന്നു. നേരത്തെ ഇറാനിൽ നിങ്ങൾ ഹിജാബിൻ്റെ മഹ്സ ആമിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊല്ലപ്പെടുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അവിടെ പോലീസുണ്ട്. ആ പോലീസ് സ്ത്രീകളുടെ വസ്ത്രം മാത്രം നോക്കാനാണ്. ആ വസ്ത്രം മാത്രം നോക്കാനുള്ള പോലീസ് കാറിലിരുന്ന് പോയ മഹ്സ ആമിനിയുടെ കുർദിഷ് പെൺകുട്ടിയുടെ ഹിജാബ് ഒരു ഇത്തിരി മാറിക്കിടന്നു. അതായത് ഹിജാബ് ധരിക്കാഞ്ഞിട്ടല്ല, ഇത്തിരി മാറിക്കിടന്നു എന്നുള്ള ലെവലിലാണ് നടപടിയെടുത്തത് എന്ന് നമ്മൾ ആലോചിക്കണം. അതേ ഇറാനിൽ ഇപ്പോൾ സത്യത്തിൽ ഒരു ഹിജാബ് ധരിക്കാത്ത പെൺകുട്ടിയെയും ഇവർക്ക് പിടിക്കാനുള്ള ധൈര്യം പോലും ആ പോലീസിനില്ല. അത്ര വലിയ പ്രക്ഷോഭമാണ് നടന്നത്. ഡിക്റ്റേറ്റർ തുലയട്ടെ എന്ന് പറഞ്ഞാണ് വലിയ പ്രക്ഷോഭം നടന്നത്. അതിനുശേഷം ഇപ്പോൾ ചെയ്തേക്കുന്നത് ക്യാമറകൾ വെക്കുകയാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ ക്യാമറകൾ വെച്ചുകൊണ്ട് നമ്മുടെ കാറിനൊക്കെ മറ്റേ റോങ് ആയിട്ടുള്ള ഡ്രൈവിംഗ് നടത്തുകയോ റോഡ് നിയമങ്ങൾ പാലിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീസ് ഈടാക്കുന്നത് പോലെ ഇപ്പോൾ സത്യത്തിൽ അങ്ങനെയാണ് ആളുകളെ പിടിക്കാനുള്ള ധൈര്യം പോലും ഇറാനുണ്ടായിട്ടുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ലോകത്തുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് വിളിക്കാവുന്ന രാജ്യങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ പല കാര്യങ്ങളോടും ജനത്തിന് വലിയ മമതയില്ലാതിരിക്കുകയും വലിയ എതിർപ്പുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ചില ദുബായ് പോലെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ഏകാധിപത്യ രാജാക്കന്മാർ ഭരിക്കുന്ന രാജ്യങ്ങളിലെല്ലാം അവർ കുറേ കൂടി ലിബറലായി നേരത്തെ തന്നെ കാര്യങ്ങളെ കണ്ടു തുടങ്ങിയതുകൊണ്ട് ആ രാജ്യവും വികസിച്ചിരിക്കുന്നു. മറ്റ് രാജ്യങ്ങളിലെല്ലാം വലിയ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കേരളത്തിലേക്ക് തിരിച്ചു വന്നാൽ കേരളത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ കഴിഞ്ഞൊരു 25-30 കൊല്ലം മുമ്പ് പർദ്ദയോ അല്ലെങ്കിൽ ഹിജാബോ എന്നും വലിയ പ്രശ്നമായിരുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ഹിജാബ് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ വലിയ വിഷയമാകുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബോംബെ ഹൈക്കോടതിയിൽ SG ആചാര്യ കോളേജ് എന്ന് പറയുന്ന അതുപോലെ DK മറാത്ത കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജിൽ നിന്നും 9 കുട്ടികൾ ഒരു ഹർജിയുമായി പോകുന്നു. ആ ഹർജി കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. ആ കോടതി തള്ളിക്കളഞ്ഞത് ഹർജിയുടെ കാര്യം ഹിജാബ് ധരിക്കാനുള്ള അനുമതി വേണം എന്ന് പറഞ്ഞിട്ടാണ്. ആ കോളേജ് എടുത്ത തീരുമാനം മുസ്ലിംസിനെതിരെയോ ഹിജാബിനെതിരെയോ അല്ല, പകരം അവരെടുത്ത തീരുമാനം മതപരമായ ചിഹ്നങ്ങളടങ്ങിയ ഒരു ഡ്രസ്സും, അതായത് സിഖുകാരുടെ ഡ്രസ്സുകളടക്കം ഒരു ഡ്രസ്സും നിങ്ങൾക്ക് ഈ കോളേജിൽ ഇടാൻ കഴിയില്ല എന്നുള്ളതാണ്.
ആ ഹർജി തള്ളിക്കളഞ്ഞുകൊണ്ട് കോടതി തന്നെ പറഞ്ഞേക്കണത് ഇത് ഒരു റിലീജിയസ് ആയിട്ടുള്ള ഡിസ്ക്ലോഷറും ക്യാമ്പസിനകത്ത് വേണ്ട എന്ന് പറയുന്ന ഒരു കാര്യമാണ് ആ ക്യാമ്പസ് പറഞ്ഞിരിക്കുന്നത്, കോളേജുകൾ പറഞ്ഞിരിക്കുന്നതെന്നും ഇത് ഒരു ലാർജർ അക്കാഡമിക് ഇൻട്രസ്റ്റ്, ഒരു വലിയ പഠിത്തത്തിൻ്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ് ആ തീരുമാനമെടുത്തതെന്നും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിതിൽ ഇടപെടാൻ കഴിയില്ല എന്നും പറഞ്ഞിരിക്കുന്നൊരവസ്ഥയിലാണ്. ഇനി വീണ്ടും ഈ പ്രശ്നം ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോകുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം അങ്ങനെ പോകാനാണ് താല്പര്യം. കാരണം ഹിജാബ് എന്ന് പറയുന്നത് തലയിലിടുന്നൊരു തുണി മാത്രമല്ല, പലപ്പോഴും അത് ചില കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാനുള്ള കാര്യമായി വളരെ ചെറിയൊരു ന്യൂനപക്ഷം ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. കേരളത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ കേരളത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ നമുക്കറിയാം, ഇപ്പോൾ SC/ST-കളാണെങ്കിലും അല്ലെങ്കിൽ ഷെഡ്യൂൾ ട്രൈബ് ആണെങ്കിലും ഈഴവ കമ്മ്യൂണിറ്റി ആണെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിലും ഒക്കെ നേരത്തെ കുറേ കൂടി ബാക്ക്വേർഡ് ആയിരുന്നു. വിദ്യാഭ്യാസം കൊണ്ടാണ് അവർ ഉയർന്ന ലെവലിലേക്ക് വന്നത്. അല്ലാതെ വിദ്യാഭ്യാസമില്ലാതെ നമുക്ക് ഏതെങ്കിലും ആളെ പിടിച്ച് ചീഫ് സെക്രട്ടറി ആക്കാൻ കഴിയില്ല, ഗവൺമെൻറ്റിൽ ജോലി കൊടുക്കാനും കഴിയില്ല. അത്തരത്തിൽ വിദ്യാഭ്യാസമായി ഉന്നത നിലവാരത്തിലേക്ക് മലപ്പുറം പോലെയുള്ള മലബാർ പോലെയുള്ള മേഖലകളിൽ നിന്നും നിരവധി കുട്ടികൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ എടുത്തു നോക്കിയാൽ കാണാം, കാലിക്കറ്റുള്ള ഈസ് എന്ന് പറയുന്ന എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളിലൊക്കെ അടക്കം തന്നെ കേരളത്തിൽ നിന്ന് ഫസ്റ്റും സെക്കൻഡും ഒക്കെ മേടിക്കുന്ന മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ അവിടെ നിന്ന് വളർന്നു വരികയായിരുന്നു. മലപ്പുറം ജില്ലയിൽ തന്നെ പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു എഡ്യൂക്കേഷനിൽ വലിയ വലിയ ഉന്നതി ഉണ്ടായിക്കൊണ്ടിരുന്നു. ഇങ്ങനെ ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്താണ്? അബ്ദുള്ള മുസ്ലിയാർ എന്ന് പറയുന്ന സമസ്തയുടെ ഒരു പണ്ഡിത സഭയിലെ അംഗം എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ തമാശ. അദ്ദേഹം SLCക്ക് ഫുൾ A+ മേടിച്ച നല്ല റിമാർക്ക് മേടിച്ചിട്ടുള്ള കുട്ടികളെ ആദരിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിയെ ചടങ്ങിലേക്ക് ഒരു വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിനെ ആ വേദിയിൽ വെച്ച് തന്നെ ആ പെൺകുട്ടി അപമാനിക്കപ്പെടുകയാണ്. കാരണം ഈ പെൺകുട്ടി ആരാണ് വിളിച്ചത്? സമസ്തയുടെ രീതി അനുസരിച്ച് ഇതിൻ്റെ അച്ഛനെ വിളിച്ചിട്ടല്ലേ സമ്മാനം കൊടുക്കേണ്ടത്, അല്ലാതെ പെൺകുട്ടികളെ സ്റ്റേജിലേക്ക് വിളിക്കാറില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ കേൾക്കുന്നത്. കേരളം ഞെട്ടിത്തരിച്ചു പോയി. കാരണം സത്യത്തിൽ ഇത് ഒരു പെൺകുട്ടിയെ അങ്ങനെ അപമാനിച്ചതിന് അദ്ദേഹത്തിൻ്റെ പുറത്ത് കേസെടുക്കേണ്ടതാണ്. പക്ഷെ അവർക്ക് വലിയ സ്വാധീനമുള്ളതുകൊണ്ട് അത്തരത്തിലുള്ളൊരു കേസും പിന്നീട് കണ്ടില്ല. നമ്മുടെ പുരോഗമന പ്രസ്ഥാനങ്ങളൊക്കെ ഉറക്കത്തിലായിരുന്നു. അവരാരും ഇതിനെതിരെ പ്രതികരിച്ചും കണ്ടില്ല. ഏതോ 1-2 DYFI സഖാക്കൾ ചെറുതായിട്ടൊന്ന് വിമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഈ മുസ്ലിം മതസമുദായത്തിലെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നതിന് ഇപ്പോഴും സത്യത്തിൽ അവരുടെ മതമേലധ്യക്ഷന്മാർ എതിർക്കുകയാണ്. ഭൂരിപക്ഷത്തെ അടിച്ചമർത്തി സ്വന്തം താല്പര്യങ്ങളും ഭരണത്തിലുള്ള പല താല്പര്യങ്ങളുമൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവർ അങ്ങനെ അടിച്ചമർത്തുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് കണ്ടത്. ഇതിൻ്റെ തന്നെ നേരത്തെ ഉള്ളൊരു ലക്ഷണം നമ്മൾ കണ്ടിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെയോ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെയോ മുസ്ലിം മതപണ്ഡിതരോ അല്ലെങ്കിൽ മുസ്ലിം മതപണ്ഡിതരോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗോ ഒന്നും തന്നെ ഇതിനോട് ഒരു താല്പര്യം കാണിച്ചില്ല. വളർത്താനല്ല താല്പര്യം കാണിച്ചത്, പകരം ആ സമുദായത്തെ താഴ്ത്തിക്കെട്ടാനും ആ സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് തടയിടാനുമാണ് താല്പര്യം കാണിച്ചത്. സത്യത്തിൽ അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു പാർട്ടി നിരവധി വർഷങ്ങൾ ഭരിച്ചിട്ടും വിദ്യാഭ്യാസ മന്ത്രി അടക്കമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വിദ്യാഭ്യാസപരമായ സർക്കാർ സർവീസുകളിൽ ഒരു വലിയ പ്രാതിനിധ്യം കിട്ടുന്ന ലെവലിൽ മുസ്ലിം സമുദായത്തെ ഉയർത്താൻ കഴിയാഞ്ഞതെന്ന് ആ സമുദായത്തിലെ പാവപ്പെട്ട സാധാരണക്കാരായ ഓരോരുത്തരും കൃത്യമായി അവരുടെ നേതാക്കളോട് ചോദിക്കേണ്ടതാണ്. ഇനി അടുത്ത ഘട്ടത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? ഫസൽ ഗഫൂർ എന്ന് പറയുന്ന MES എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിനടക്കമുള്ള വളരെ അവർ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ വലിയ സംഭാവന കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി എന്ന് പറയുന്നത്. നിരവധി കോളേജുകൾ അവർക്കുണ്ട്. ആ കോളേജിൽ തന്നെ ഫസൽ ഗഫൂർ നിങ്ങൾക്ക് മറ്റേ ഹിജാബ് ധരിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നിക്കാബ് ഇട്ട് വരാൻ കഴിയില്ല. നക്കാബ് എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് മുഖം മറച്ചുകൊണ്ടുള്ള ഒരു വസ്ത്രം ഇട്ട് വരാൻ കഴിയില്ല, അത് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ മറക്കുന്ന ഒന്നാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഈ ഫസൽ ഗഫൂറിനെതിരെ, അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഡോക്ടറാണ്, അദ്ദേഹത്തിനെതിരെ പോലും വലിയ വിമർശനം ഈ മുസ്ലിം സമുദായത്തിലെ പണ്ഡിത സഭ എന്ന് വിളിക്കുന്ന യഥാർത്ഥത്തിലുള്ള പാമരന്മാരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഈക്വാലിറ്റി ബിഫോർ ദ ലോ എന്ന് പറയുന്നത് പോലെ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ഈക്വാലിറ്റി, ഒരു സമത്വം ഇപ്പോഴും കൊടുക്കുന്നില്ല. പിന്നെ നമ്മുടെ അഹമ്മദ് ദേവർകോവിൽ എന്ന് പറയുന്ന ഒരു മന്ത്രി കോഴിക്കോട് നിന്ന് ജയിച്ചു. എന്തുകൊണ്ടാണ് അദ്ദേഹം കോഴിക്കോട് നിന്ന് ജയിച്ചത് എന്ന് ചോദിച്ചാൽ എനിക്ക് 100% ഉറപ്പാണ്.
മുസ്ലിം ലീഗിൽ നിന്ന് ഒരു വനിതക്ക് മത്സരിക്കാനുള്ള ഒരു അവസരമാണ് അഹമ്മദ് ദേവർകോവിലിനെതിരെ നൽകിയത്. അത് സത്യത്തിൽ അങ്ങനെ വനിതകൾ മുൻപോട്ട് വരുന്നതിനെ ഒരു താല്പര്യവും കാണിക്കാത്ത പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗും അവരുടെ സമസ്തയും അവരുടെ പണ്ഡിത സഭകളും എല്ലാം എന്നുള്ളത് കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഈ അഹമ്മദ് ദേവർകോവിൽ ജയിച്ചാലും ഒരു വനിത വരണ്ട എന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ തന്നെ വിചാരിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു അവിടെ തോൽവി ഉണ്ടായത്. മുസ്ലിം ലീഗിന് അഹമ്മദ് ദേവർകോവിൽ ജയിക്കാനുള്ള ഒരു കാരണവും അതുതന്നെയാണ്. ഇതിനിടക്ക് നമുക്കറിയാം 4ാം ക്ലാസ്സിലൊരു പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഹിജാബ് ധരിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഏതോ ഒരു കുത്തിത്തിരിപ്പുകാരൻ പോയി അവിടുത്തെ ഒരു കന്യാസ്ത്രീയായിട്ടുള്ള ഒരു ഹെഡ് മിസ്ട്രസിനോട് കലഹിക്കുകയും വളരെ ഇതായി പെരുമാറുകയും ഇത് പെരുമാറുന്നത് ഈ ഹിജാബ് ധരിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ല. കാരണം അങ്ങനെ ഉദ്ദേശത്തിലാണെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ആ സംഭാഷണം മുഴുവൻ റെക്കോർഡ് ചെയ്യുകയും ആ റെക്കോർഡ് ചെയ്ത് ഇത് കൃത്യമായി നമ്മുടെ പൊതുമധ്യത്തിലേക്ക് വിടുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇതുകൊണ്ട് സംഭവിക്കുന്നത്? ഇതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യം, നാളെ ഒരു മുസ്ലിം പെൺകുട്ടിയെ ഒരു അഡ്മിഷൻ കൊടുക്കാൻ പോലും പിന്നീട് ആ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് വലിയ പേടിയോടുകൂടി ആയിരിക്കും അതിനെ കാണുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അത്തരത്തിൽ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു എക്സ്റ്റൻസീവ് വേർഷനാണ് കർണാടകയിലും ഹിജാബ് വിവാദം കണ്ടത്. എന്ന് പറഞ്ഞാൽ ഹിജാബ് ഇട്ടില്ലെങ്കിൽ ഞങ്ങൾ പഠിക്കാനില്ല എന്ന് വളരെ ചെറിയ പെൺകുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മതപ്രബോധനവും മതപരമായിട്ടുള്ള ഒരു ശാസനകളും അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളുമൊക്കെ അവരിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് വലിയ പ്രശ്നമുണ്ടാകുന്നത് എന്ന് സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം സമുദായ അംഗങ്ങളെങ്കിലും മനസ്സിലാക്കണം. ഇങ്ങനെ നിങ്ങളെ നിലനിർത്തുന്നതിൻ്റെ കാരണം അവർക്ക് അധികാരം കിട്ടുന്നതിനുള്ള ഒരു ഏണിപ്പടി മാത്രമായി എന്നും വലിയ കഷ്ടത്തിലും ബുദ്ധിമുട്ടിലും നിങ്ങൾ ജീവിക്കണം എന്നവർ വിചാരിക്കുന്നതുകൊണ്ടാണ്. ഇത് നമുക്ക് പല സിനിമകളിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന് ഒരു തവണ CPM-ൻ്റെ കുമാരപിള്ള സാറൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന സന്ദേശം എന്ന് പറയുന്ന സിനിമയുണ്ട്. ആ സിനിമയിൽ ഒരു ബോബി അവതരിപ്പിച്ച ഒരു കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട്, സാക്ഷരത വന്നു അപ്പോൾ എല്ലാവരും വായിക്കാൻ തുടങ്ങി, അതുകൊണ്ടാണ് നമ്മൾ തോറ്റതെന്ന്. മുസ്ലിം സമുദായത്തിലെ പ്രമാണിമാർക്കും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ പ്രമാണിമാർക്കുമെല്ലാം തന്നെ ഈ സമുദായം ഉയർത്തെഴുന്നേൽക്കുന്നതിനെ ഭയക്കുന്നുണ്ട്. അങ്ങനെ ഭയക്കാതിരുന്ന കുറച്ചുകൂടി ലിബറലായി ഇതിനെ കണ്ടതുകൊണ്ടാണ്, കുറേ കൂടി നേരത്തെ തന്നെ കണ്ടതുകൊണ്ടാണ് ക്രിസ്ത്യൻ സമുദായത്തിന് വലിയ ഉയർച്ചകൾ ഈ പറയുന്ന നമ്മുടെ ഗവൺമെൻറ് സർവീസുകളിൽ പോലും അവർക്ക് വലിയ പ്രാതിനിധ്യം കിട്ടിയതും അവർ വിദേശ രാജ്യങ്ങളിൽ ജോലി തേടി പോവുകയും ഒരുപക്ഷെ കുറേ കൂടി ഒരു വെൽത്തി ആയിട്ടുള്ള ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയായി അവർ മാറിയതിൻ്റെ കാരണം അതാണ്. ആ വഴി പിന്തുടർന്നുകൊണ്ട് പിന്നീട് നായരും ഇപ്പോൾ ഈഴവരും ഒക്കെ ആ വഴി പിന്തുടരുമ്പോൾ ഇപ്പോഴും ആ വഴി പിന്തുടരുന്നതിന് ചെറുക്കുകയും 20-25 കൊല്ലം മുമ്പ് ഇല്ലാതിരുന്ന പർദ്ദയും ഹിജാബും പോലെയുള്ള വസ്ത്രങ്ങൾ അത് ധരിക്കുന്നതാണ് മഹത്തരമെന്നും ഇനി പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല വസ്ത്രങ്ങൾ ധരിച്ചാൽ മതിയെന്നും നമ്മളെ പഠിപ്പിക്കുന്ന തെറ്റായ കാര്യങ്ങളിലൂടെ പോകുന്നത് കൊണ്ടാണ് ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി വളരാത്തത്. അല്ലാതെ അവർക്ക് ഈക്വലായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാത്തത് കൊണ്ടല്ല. കേരളത്തിന് പുറത്ത് മറ്റു പല സ്റ്റേറ്റുകളിലും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. അവരുടെ പിന്നോക്കാവസ്ഥയ്ക്ക് മറ്റു പല കാരണങ്ങളുമുണ്ട്. പക്ഷെ കേരളത്തിലെങ്കിലും അവർക്ക് രാഷ്ട്രീയമായ അധികാരം കയ്യിൽ വന്നിട്ടും ഇത് കിട്ടാതെ പോയതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദികൾ നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടത് മുസ്ലിം ലീഗിനെയും സമസ്തയെയും അതുപോലെയുള്ള നിങ്ങളുടെ പണ്ഡിത സഭകളെയും നിങ്ങളുടെ സംഘടനയിലെ ആളുകളെയും തന്നെയാണ്